ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഭയങ്കര വെയിലാണ്. സോ ഇന്ന് ഞാൻ അമ്മേനെയും കുട്ടി കോഴിക്കോട് പോവാണ്. എൻ്റെ കസിൻ്റെ കല്യാണം വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. കുറേ ലേറ്റായി, മുന്നേ എടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത്. അതുകൊണ്ട് നമ്മളിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കോഴിക്കോട് പോവാണ്. 10:30 ട്രെയിന്. അപ്പോൾ അമ്മേനെ കൂട്ടി പോവാം. ഞാനപ്പോൾ ഒരു ഓട്ടോ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് അമ്മ വരുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോഴത്തേക്ക് ട്രെയിൻ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ട്രെയിനിൽ കയറി. ഇനി നമ്മൾ കോഴിക്കോട് എത്തിയിട്ട് ആദ്യം പോകാൻ ഉദ്ദേശിച്ച ജലശ്മി ആയിരുന്നു. പക്ഷേ ജലശ്മി തുറന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പോകാൻ പോകുന്നത് കസവ് കേന്ദ്രയിലേക്കാണ്. കസവ് കേന്ദ്രയിൽ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു. വിഷുവിൻ്റെ ഏപ്രിൽ മാസത്തെ കല്യാണത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. നിൽക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല, അത്ര തിരക്കായിരുന്നു. സ്റ്റാഫും കുറവായിരുന്നു. നമ്മൾക്ക് ഈ ഒരു സാരിയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത്, ഈ ചെക്ക് വരുന്നത്. അപ്പോൾ അതുപോലത്തെ കുറേ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറേ കളക്ഷൻസൊക്കെ നോക്കി. എനിക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഇടയ്ക്ക് ട്രെൻഡിങ് ആയ ഓറഞ്ചും ബ്രൗൺ ഷെയ്ഡും വരുന്നത് ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു സാരിയായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ റെഡ് സാരിയാണ് മെയിനായിട്ട് നോക്കുന്നത്. അങ്ങനെ റെഡിലുള്ള കളക്ഷൻസ് കുറച്ച് അത്യാവശ്യം നോക്കി. ഈ ഒരു സാരിയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ നോക്കിയതിന് ശേഷം കസവ് കേന്ദ്രയിൽ നിന്ന് കുറേ അധികം നോക്കി. പക്ഷെ അവിടെ തിരക്കായതുകൊണ്ടും എടുത്തു തരാനും നോക്കാനും ഒക്കെ ആളില്ലാത്തത് കൊണ്ടൊക്കെ തന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം നമുക്ക് ആവശ്യമുള്ളതുപോലെ നമ്മൾ തന്നെ തപ്പി കുറേ നോക്കി കഴിഞ്ഞിട്ട് അവസാനം പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കോഴിക്കോട് തന്നെയുള്ള ശോഭിക വെഡ്ഡിങ്സിലേക്കാണ് പോയത്. ഈ ഒരു സാരിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് 1000 സംതിങ് ഒക്കെ 2000 ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഈ ഒരു സാരിയൊക്കെ നമ്മൾ കസവ് കേന്ദ്രം എന്നാണ് നോക്കിയത്. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം നമ്മൾ കളക്ഷൻസ് കുറേ നോക്കി. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല ലെഹങ്കകൾക്കും സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കുറവുണ്ടായിരുന്നു. ഒരു 3000-നൊക്കെ അടിപൊളി സാധനങ്ങൾ, ലെഹങ്കാസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സാരി അതിനെക്കൊണ്ട് കല്യാണത്തിൻ്റെ അന്നത്തേക്കുള്ള സാരിയാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത്. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആൾക്കാർ കുന്നുകൂട്ടിയിട്ടതിൻ്റെ അതൊന്നും നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു ബ്ലൂ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി സാരിയായിരുന്നു, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി. ചെറിയൊരു ചെക്ക് പാറ്റേണിലാണ് ഈ ഒരു സാരി വരുന്നത്. പിന്നെ നമ്മൾ ആ സാരിയൊക്കെ നോക്കി വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്കാണ് ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പൊക്കെ കാണുന്നത്. ഇതിനൊക്കെ 2000 സംതിങ് ഒക്കെയാണ്. വിഷുവിനനുബന്ധിച്ചിട്ട് ചെയ്ത് വെച്ചാണ്. അപ്പം ഇതൊക്കെ വാങ്ങുന്നതാണെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാം അവിടെ കുറേ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഓൾറെഡി റെഡിമെയ്ഡായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. 2000-3000 ഉള്ളിലാണ് ഈ ഓരോ സ്കേർട്ടും വരുന്നത്. പിന്നെ ബ്രൈഡ്സിലാകുമ്പോൾ ദാമണി സെറ്റാകുമ്പോൾ ഏകദേശം 5000-ൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ കളക്ഷൻസ് നോക്കി. പിന്നെ നമ്മൾ റെഡിമെയ്ഡായിട്ടുള്ള നമുക്ക് തലേന്ന് ബ്ലാക്ക് കളറായതിനെ കൊണ്ട് ബ്ലാക്ക് കളറിലുള്ള എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഇങ്ങനത്തെ ലെഹങ്ക വെറും 5000-ൻ്റെ ഉള്ളിലൊക്കെയാണ് കൂടുതലും വരുന്നത്. 3000 സംതിങ് ഒക്കെ വരുന്നുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റെഡിമെയ്ഡ് ആണെങ്കിൽ പോലും നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റിനും അല്ലാണ്ട് ബ്രൈഡലിൻ്റെ തലേന്നൊക്കെ ഇടാനായിട്ട് അടിപൊളിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്കൊക്കെ ഈ ഒരു സാധനം അടിപൊളിയായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു ലെഹങ്കയാണ്. ഈ ഒരു ലെഹങ്കയാണ്. ഇതിൻ്റെ ബ്ലൗസൊക്കെ കാണാൻ ഭയങ്കര സൂപ്പറായിരുന്നു. ഒരു ബൊട്ടീക്കിലൊക്കെ ചെയ്തൊരു പോലെയായിരുന്നു. പക്ഷേ ഇങ്ങനെ അത്ര റേറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് അത് നോക്കിയതിന് ശേഷം നേരെ പോയത് ശോഭിക വെഡ്ഡിങ്സിലേക്കാണ്. ശോഭിക വെഡ്ഡിങ്സിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാരീസൊക്കെ നോക്കി. ശോഭികയിൽ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാതെ എന്നാൽ അത്യാവശ്യം ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ സാരീസ് നോക്കി. അവിടെയും ഈ വിഷുവനുബന്ധിച്ച് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കാണ് നമ്മൾ തലേന്നത്തേക്ക് ബ്ലാക്ക് സാരിയൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ജയലക്ഷ്മി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം നമ്മൾ എപ്പോൾ സാരി എടുക്കുന്നതും ജയലക്ഷ്മി എന്നാണ്. തീ പിടിച്ചതുകൊണ്ട് ജയലക്ഷ്മി അടച്ചിരിക്കുകയാണ്, ഇതുവരെ തുറന്നിട്ടില്ല. അവിടെ നമ്മൾ കുറേ കളക്ഷൻസ് നോക്കി. ഇവിടെ ആണെങ്കിൽ സ്റ്റാഫും ഉണ്ടായിരുന്നു, എന്നാൽ തിരക്കും കുറച്ച് കുറവായതിനെക്കൊണ്ട് അത്യാവശ്യം നമുക്ക് വെച്ച് നോക്കാനൊക്കെ ആളുണ്ടായിരുന്നു. ഒക്കെ വെച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചെല്ലാം നോക്കി അതിൽ നമുക്കിഷ്ടപ്പെട്ട കുറേ നോക്കിയൊക്കെ ചെയ്ത് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാരീസൊക്കെയാണ് നമ്മളെടുത്തത്. പിന്നെ അത്യാവശ്യം വിലക്കുറവുണ്ടായിരുന്നു. പിന്നെ വില കുറഞ്ഞതായിട്ടുള്ള കുറച്ച് സാരീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ബ്ലാക്ക് സാരി നോക്കിയിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് സാരി 1 ബോർഡറാണ്. ഈ സാരിക്ക് കുറച്ച് വില കുറവുമാണ്, എന്നാലും അടിപൊളി സാരിയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം നോക്കിയൊക്കെ ചെയ്ത് കുറേ സാരീസും കാര്യങ്ങളൊക്കെ നോക്കി. ഈ സാരീസിനൊക്കെ അത്യാവശ്യം വിലക്കുറവുണ്ട്. നല്ല അടിപൊളി സാരീസായിരുന്നു. എല്ലാം കാണാൻ ശോഭിക്കലൊക്കെ അടിപൊളി സാരീസ് ഉണ്ടായിരുന്നു. നല്ല വിലക്കുറവിലൊക്കെ സാരീസ് ഉണ്ടായിരുന്നു. ഈ ഒരു സാരിക്ക് 200 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ.
ഇതും അത്യാവശ്യം വില കുറഞ്ഞ സാരീസാണ്. അപ്പോൾ വില കുറവാണെങ്കിലും അടിപൊളി ക്വാളിറ്റിയിലും നല്ല അടിപൊളി സാരീസൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് സാരീസൊക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മൾ ഷോപ്പിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി മുട്ടായിത്തെരുവിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞു. ഷോപ്പിംഗ് അമ്മേൻ്റെ ഷാള് കളഞ്ഞു, ഷാള് കളഞ്ഞു. മുട്ടായിത്തെരുവ് പോയപ്പോഴത്തേക്ക് അത്യാവശ്യം സമയം വൈകി. നമ്മളപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാനാണ് കയറിയിരിക്കുന്നത്. ഈ സംഭവമൊക്കെ നടക്കുന്നത് ഏകദേശം ഒരു 1-ാം തീയതിയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയത്. അമ്മേൻ്റെ ഷാള് പോയ സങ്കടത്തിലാണ് അമ്മ. എവിടെ നിന്ന് പോയി ഷോപ്പിങ്ങിൽ തന്നെ വീണുപോയതാണെന്നാണ് പരമായ സംശയം. ഇറങ്ങുമ്പോൾ അടുത്ത വീഡിയോൻ്റെ അകത്ത് ഷോളില്ല, അപ്പോൾ ഉള്ളിൽ എവിടെയോ കളഞ്ഞു പോയത്, ഒന്നെങ്കിൽ ലിസ്റ്റിൽ പോയതായിരിക്കും എന്നാണ് നിഗമനം. മുട്ടായിത്തെരുവിലെത്തിയപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഫുഡ് കഴിക്കുകയാണ്. കാരണം അത്യാവശ്യം കറങ്ങി നടന്നപ്പോൾ തന്നെ ഭയങ്കര ലേറ്റ് ആയിരുന്നു. 3 മണിക്കൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഞാൻ ഓർഡർ ചെയ്തൊരു മന്തിയായിരുന്നു. അമ്മ ചിക്കൻ ഇല്ലാത്ത റൈസാണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞ് അവിടുത്തെ സൺഡേ മാർക്കറ്റിലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് കയറി നോക്കി. അവിടെ 30 രൂപേൻ്റെയൊക്കെ സാധനങ്ങളുണ്ട്. ഞാൻ അത്യാവശ്യം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുട്ടായിത്തെരുവിൽ നിന്ന് നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പോകുന്ന പോക്കിൽ റിപ്പോർട്ടർ ടിവിൻ്റെ ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളടുത്തും ചോദിച്ചു, പക്ഷേങ്കിൽ നമ്മളടുത്തുനിന്ന് പെട്ടെന്ന് അവർ പോയി, നമ്മളെ ക്യാപ്ചറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനും കാത്തിരിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിൽ കയറി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി. നമുക്ക് ഷോപ്പിങ്ങിൽ നിന്ന് ഒരു ഗ്ലാസിൻ്റെ പെട്ടിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റ് ആയിട്ട്. ഇതൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ ബൈ.